ഹായ്, നമസ്കാരം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നതേ ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരി, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ വാകത്താനംകാരാണ്. വാകത്താനത്തിന്റെ സ്വന്തം കലാകാരിയായ സജിത സാലുക് എന്ന വലിയ കലാകാരിയെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണേ. നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മുടെ സജിത. കൂടെ ഇരിക്കുന്നതാണ് സജിതയുടെ ഹസ്ബൻഡ് സാലു. രണ്ടുപേരെയും ഞാൻ വളരെ സന്തോഷത്തോടെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാണേ. അപ്പം നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്. ചേച്ചി നന്നായി പാട്ട് പാടും അല്ലേ? ചേച്ചി ഏതെങ്കിലും ചാനലിലോ അല്ലെങ്കിൽ മീഡിയയിലോ എവിടെയെങ്കിലും ഏതെങ്കിലും പാട്ട് പാടിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട്. മഴവിൽ മനോരമയുടെ ഈയിടെ പാടാൻ പോയിരുന്നു. ഇന്നലെ പാടാൻ പോയി. ഓഡീഷന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്നലെ പോയി പാടി. അപ്പൊ അവരിനി വിളിക്കും. പോകണമെന്ന്. അതല്ലാതെ ചേച്ചി ഏതെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടോ? റേഡിയോ മീഡിയ വില്ലേജിൽ കുറിച്ചും. ഓക്കെ, 2024 അല്ലേ? ആണോ? അപ്പൊ 2024 റേഡിയോ മീഡിയ വില്ലേജ് എന്ന പ്രോഗ്രാമില് 2ാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ സജിനി ചേച്ചിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ നമുക്കേ ചേച്ചിയുടെ ഒരു പാട്ട് ആദ്യം കേൾക്കാം. രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലിയിൽ പുതിയാനെനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? രാജശില്പി തിരുവേനിറയെ ഉലകങ്ങൾ കൊണ്ടു ഞാൻ തിരുവാഭരണം ചാർത്തും. തിരുവേനിറയെ ഉലകങ്ങൾ കൊണ്ടു ഞാൻ തിരുവാഭരണം ചാർത്തും. ഹൃദയ തളികയിൽ അനുരാഗത്തിൻ അമൃതു നിവേദിക്കും ഞാൻ, അമൃതു നിവേദിക്കും. സൂപ്പർ ആയിരുന്നു ചേച്ചി, അടിപൊളി. താങ്ക് യു. അപ്പം പാട്ട് കേട്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി ചേച്ചീനെ നമ്മുടെ കൂടെ കൂട്ടാം. നമ്മൾ ചേച്ചിയുടെ കൂടെ കൂടുവാണ്. അപ്പം അടുത്ത നമ്മുടെ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാവേ. ചേട്ടാ നമസ്കാരം. പേര് സാലുക്കുട്ടപ്പൻ. ഞാന് ഭാര്യയാണ്. പിന്നെ ഞാൻ എന്റെ പ്രധാനം പറയുന്നത് ഞാന് പാട്ടുകൾ, ഭക്തിഗാനങ്ങൾ എഴുതുക. ഒരു വലിയ കലാകാരനാണ്. ഭക്തിഗാനങ്ങൾ സ്വന്തമായി എഴുതി നമുക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു വലിയ കലാകാരനെയും കൂടിയാണ് നമുക്കിന്ന് നമ്മളൊപ്പം ചേർന്നിരിക്കുന്നത്. നമ്മുടെ സഹോദരനാണ്, ചേട്ടനാണ്. അപ്പം ചേട്ടന്റെ ഒരു 2 വരി സ്വന്തമായി എഴുതിയത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഞാൻ അധികവും എഴുതുന്ന ഈ ക്ഷേത്രങ്ങളെ കുറിച്ചാണ്. നമ്മുടെ വാകത്താന സംബന്ധമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ കടച്ചാല സംബന്ധമായിട്ടും കുറെ ക്ഷേത്രങ്ങൾ, ഏകദേശം ഒരു 10-15 ക്ഷേത്രങ്ങളുടെ പാട്ടുകൾ നമ്മൾ റെക്കോർഡായിട്ടുണ്ട്. ആ റെക്കോർഡ് ഏകദേശം എന്റെ പാട്ടുകൾ പാടിയിരിക്കുന്നത് എന്റെ ഭാര്യ തന്നെയായിട്ടുള്ള സൈതയാണ്. അപ്പം സൈത തന്നെ അതിന്റെ ഒരു 2 വരി പാടുന്നതായിരിക്കും. അതിന്റെ ഒരു ഭംഗി എങ്ങനെയായിരിക്കാം? ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ ചേട്ടന്റെ സ്വന്തമായി എഴുതിയ ഭജന അല്ലേ, ഭജനയല്ലേ, ഭക്തിഗാനങ്ങൾ നമുക്ക് വേണ്ടി സ്വന്തം വൈഫ് ഇപ്പൊ 2 വരി പാടുന്നതാണേ. കേക്കാം. പനയക്ഷിക്കാവൊരു പനച്ചിക്കാട് കീഴും പുറത്തിന്ന സ്വപ്നദർശനം അരുളിയ ദക്ഷിണമൂകാംബികേ ദേവി സരസ്വതി വിദ്യാദേവതേ സാമഘോഷ പ്രിയേ പനച്ചിക്കാട്ടം നീ, പനച്ചിക്കാട്ടം നീ. പനയക്ഷിക്കാവൊരു പനച്ചിക്കാട് കീഴും പുറത്തിന്ന സ്വപ്നദർശനം അരുളിയ ദക്ഷിണമൂകാംബികേ. അപ്പോൾ
നമ്മുടെ ശ്രീ മൂകാംബിക ക്ഷേത്രം പനച്ചിക്കാട് ദേവിയെ പറ്റിയുള്ള ഒരു 4 വരിയാണ് നമ്മളിപ്പോ കേട്ടത്. ആ പാട്ട് എഴുതിയത് ചേട്ടനാണ്, അത് ആലപിച്ചത് വൈഫ് സജിത ചേച്ചിയാണ്. വളരെ സന്തോഷമുണ്ട് ചേട്ടാ, ഇങ്ങനെ നമുക്ക് വേണ്ടി 4 വരി പാടാൻ. അതില് എഴുതുന്നത് ചേട്ടൻ തന്നെയാന്ന് കേട്ടപ്പോൾ അധികം എനിക്ക് എഴുതും എന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു കേട്ടോ, പാടും എന്നുള്ളത് മാത്രം അറിയത്തില്ലായിരുന്നു. അപ്പം ഈ വലിയ കലാകാരിയെ നമുക്ക് നമ്മുടെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഒരു കലയെ സ്നേഹിക്കുന്നവരുടെ ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം ഞങ്ങൾ കുറെ അധികം നാളുകളായി ഇങ്ങനെ തമ്മിൽ പറയുകയും ചെയ്യുകയും ചെയ്തിരുന്നു. അപ്രതീക്ഷിതമായി ആണെങ്കിലും ഇന്നാണ് ഞങ്ങൾക്ക് ദൈവം അതിനൊരു അവസരം നൽകിയത്. അപ്പം ഇനി മക്കൾ പാട്ട് പാടുവോ? പിള്ളേർ പാടുകയില്ല. അപ്പൊ ഇവർക്ക് 2 മക്കളാട്ടോ, 2 ആൺകുട്ടികളാണ്. അപ്പൊ ഞങ്ങൾക്ക് ആള് +2 പഠിക്കുന്നു, ഇളയത് 9 പഠിക്കുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ പോകുന്ന ഒരു നല്ല ഫാമിലി, നല്ല കലാകുടുംബം. അപ്പൊ കലാകാരന്മാരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കലയുമായി ബന്ധപ്പെട്ടുള്ള മറ്റെല്ലാവരുമായി നല്ല ബന്ധമുണ്ട്. എങ്കിലും കലാകാരാകുമ്പോ ഞങ്ങൾക്ക് ഒരു പ്രത്യേകതയല്ലേ. അപ്പം ഇത്രയും വലിയ കലാകാരന്മാരോടൊപ്പം ഈ ഒന്നുമല്ലാത്ത എനിക്ക് ഒപ്പം ഇരിക്കാൻ ഒരു അവസരം ദൈവം തന്നു. ഡാൻസ് ഉണ്ട്, ഇനിയും നമുക്ക് പാടാം അല്ലേ?